നമസ്കാരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ഓണത്തിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന ദിവസമാണ്. ആ ഘട്ടങ്ങളിൽ തന്നെ വീണ്ടും ഒരു മഴയുടെ ഭീതി വരുന്നുണ്ട്. മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചതോടുകൂടി കനത്ത ജാഗ്രതയാണ് വിവിധ ജില്ലകളിൽ പാലിക്കപ്പെടുന്നത്. എന്തായാലും മുന്നറിയിപ്പിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. വരുന്ന തിങ്കളാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനിടയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. കൂടാതെ നാളെ മുതൽ 25-ാം തീയതി വരെ സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ ശക്തമായി വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രതാ മുന്നറിയിപ്പിൽ പറയുന്നു. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമുള്ളവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ കാലവർഷം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് നീണ്ടുനിന്ന കാലവർഷക്കെടുതിയിൽ കേരളം അനുഭവിച്ചത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി മേഖലകളിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമടക്കം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കെടുതികളിൽ നിന്നൊക്കെ മുക്തമായി പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതേ ഉള്ളൂ. ഓണക്കാലം ആണ്. ഒരുപാട് കച്ചവടം നടക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് റാന്നി മേഖലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ മഴയത്ത് ഉണ്ടായത്. ഇതിൽ നിന്നും രക്ഷപ്പെട്ട് കരയ്ക്ക് കയറുന്ന ജനങ്ങൾക്ക് മേൽ വീണ്ടും ആശങ്ക ജനിപ്പിക്കുകയാണ് മഴ മുന്നറിയിപ്പ്. എന്തായാലും നമുക്കറിയാം, 26-ാം തീയതിയാണ് തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന ഒരു പ്രഖ്യാപനം വന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഓണം മുഴുവനും മഴ കൊണ്ടുപോകുമോ അതോ ജാഗ്രത മാത്രം മതിയോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ഉയരുന്നുണ്ട്. എന്തായാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. മഴ മാത്രമല്ല, ഇടിമിന്നലോടുകൂടിയ മഴയാണുള്ളത്. പ്രത്യേക ശ്രദ്ധ പുലർത്തണം.